കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി സംസ്ഥാന കമ്മിറ്റി യോഗം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KX ജോപ്പൻ, സംസ്ഥാന സെക്രട്ടറി PS ഉസ്മാൻ, സംസ്ഥാന ട്രഷറർ KB റഷീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ KM, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ഷാജി, ചിക്കൻ സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷുക്കൂർ PTP, പ്രസിഡന്റ് ഇസ്മായിൽ പൂക്കോം, ട്രഷറർ വിമൽ കൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് പിണറായി, മറ്റ് സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയിൽ സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. മെയ് 14-ാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ കടകളും അടച്ചുകൊണ്ട് മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും സംരക്ഷിക്കുക, കേരള ചിക്കൻ മാനദണ്ഡം പാലിക്കുക, മുഴുവൻ ചിക്കൻ വ്യാപാരികൾക്കും ലൈസൻസ് കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം 13-ാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി 25-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. ഈ ജാഥയുടെ ക്യാപ്റ്റൻ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ES ബിജു ആണ്. വ്യാപാരികൾ അനുഭവിക്കുന്ന അസ്വാരസ്യങ്ങൾക്കും അശാന്തിക്കും അറുതി വരുത്താൻ വേണ്ടി, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യാപാര സന്ദേശ ജാഥ നടത്തുന്നത്. അടുത്ത മാസം 13-ാം തീയതി പാർലമെന്റ് മാർച്ചും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വ്യാപാരികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ സന്ദേശജാഥ നടത്തുന്നത്. പ്രധാനമായിട്ടും വ്യാപാരികൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ലൈസൻസ് സംബന്ധമായിട്ട്, ചെറുകിട കോഴിക്കച്ചവടക്കാർക്ക് ആണെങ്കിലും ശരി, ലൈസൻസ് കിട്ടുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഇവിടെ നിൽക്കെ വ്യാപാരികൾക്ക് ലൈസൻസ് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ചിക്കൻ വ്യാപാരികളെ സംബന്ധിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമസഭാ മാർച്ച് ഉൾപ്പെടെയാണ് സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മാർച്ച് മാസത്തിൽ, മെയ് മാസത്തിൽ നമ്മുടെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ലൈസൻസാണ്. ഇന്ന് കേരളത്തിലെ ചിക്കൻ വ്യാപാരികൾക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ലൈസൻസ്. ലൈസൻസിന് ഒത്തിരിയേറെ മാനദണ്ഡങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് മുഴുവൻ വ്യാപാരികൾക്കും, കച്ചവടം ചെയ്യുന്ന മുഴുവൻ വ്യാപാരികൾക്കും ലൈസൻസ് നൽകുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. രണ്ടാമത്തെ വിഷയം നമ്മുടെ കറണ്ട് ചാർജാണ്. കറണ്ട് ചാർജിന് സബ്സിഡി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ സബ്സിഡി ഉണ്ട്, മറ്റു മേഖലകളിൽ സബ്സിഡി ഉണ്ട്. പക്ഷേ നമ്മുടെ എല്ലാം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ട് വളരെ ചാർജ് കൂടുതലാണ്. അതിൽ ഒരു സബ്സിഡി എന്ന രൂപത്തിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ആ വ്യാപാരികളെ സഹായിക്കണം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരള ചിക്കനാണ്. എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കേരള ചിക്കന് ഞങ്ങളാരും എതിരല്ല. പക്ഷെ മുക്കിന് കേരള ചിക്കൻ വരുന്നത് ഇന്ന് നിലവിലുള്ള വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം. നിയന്ത്രണം ചുമ്മാതെയല്ല, 10 കിലോമീറ്ററിനുള്ളിൽ ഒരു കട വരുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷെ ഇത് മുക്കിന് കട വന്നു കഴിഞ്ഞ് നിലവിലുള്ള കടകൾ തകർക്കുന്ന സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒത്തിരിയേറെ പരാതികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ വരുന്ന ചിക്കൻ ഏത് രൂപത്തിലേക്കാണ്, ആരുടെ കയ്യിലാണ്, സാധാരണ ജനങ്ങളിലാണ് എത്തുന്നതെന്നൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾക്ക് കൂടി പരിഹാരം കാണുവാൻ വേണ്ടിയാണ് സംഘടന ഒരു വലിയൊരു പ്രക്ഷോഭ സമരത്തിലേക്ക് പോവുകയാണ്. മെയ് മാസത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്താനായിട്ട് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അനുമതി മേടിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോവുകയാണ്. ഈ സമരങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. അതേപോലെ സമിതി നയിക്കുന്ന സംസ്ഥാന യാത്രയ്ക്ക് ഞങ്ങൾ 80 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ സ്വീകരണം കൊടുക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഇതിന്റെ കൂടെയുള്ളതാണ്. ആ വിഷയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, ആർഷവത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടികളാകെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.